കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് കോസ്റ്റ് ലൈജി ഇപ്പോൾ മാധ്യമങ്ങൾ കാണുകയാണ് തത്സമയം. നമുക്ക് അങ്ങനെ ഇൻഫർമേഷൻ ഇല്ല. ഐ തിങ്ക് ഇവിടെ ഒരു എം എ ഡി ഉണ്ട്, ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയായിരുന്നു. ദേ ആർ ഇൻ ദെയർ കസ്റ്റഡി. ദാറ്റ് ഈസ് ദ ഇൻഫർമേഷൻ വി ഹാവ്. ഈ അപകടം ഉണ്ടായത് ദിവസങ്ങൾക്ക് മുമ്പാണ്. ഇന്ന് പെട്ടെന്ന് ഈ ഒരു കേസിലേക്ക് പോയത് സാറിനാണോ പരാതി കിട്ടുന്നത് എന്തുകൊണ്ടാണ് ഇത്ര ഡിലേ വന്നതുകൊണ്ട്? ഡിലേ ഒന്നുമില്ല. നമുക്ക് അങ്ങനെ ഒരു പരാതി കിട്ടണം. പരാതി അങ്ങനെ ഒരു കോഗ്നിറ്റീവൽ ഒഫൻസ് ഉള്ള പരാതി അങ്ങനെ കിട്ടിയിട്ടില്ല. പരാതി കിട്ടിയതിനു ശേഷം നമുക്ക് വേഗം തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മുൻപൊരു ആക്സിഡൻ്റ് ഉള്ള പരാതി അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ആക്സിഡൻറ്റ് അത് 12 നോട്ടിക്കൽ മൈലിലേക്ക് ബിയോണ്ട് ആയതുകൊണ്ട് നമ്മുടെ ഡയറക്റ്റ് ജുറിഡിക്ഷൻ അവിടെ ഇല്ല. ആൻഡ് ആക്സിഡൻറ്റ് ആണെങ്കിൽ കോസ്റ്റ് ഗാർഡ് ഹാസ് ടു റെസ്പോണ്ട് ചെയ്തു. നമ്മുടെ ആക്സിഡൻറ്റ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കേസ് എടുക്കാൻ പറ്റില്ല. പക്ഷേ IPC ഒഫൻസ് അല്ലെങ്കിൽ കോഗ്നിറ്റീവൽ ഒഫൻസ് അല്ലെങ്കിൽ ക്രിമിനൽ ഒഫൻസ് ആണെങ്കിൽ നമുക്ക് കേസ് എടുക്കാൻ പറ്റും. ക്രിമിനൽ കേസ് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നില്ല. ഇൻഫർമേഷൻ കിട്ടിയതിനു ശേഷം there is a substance of criminal offense like negligence, so we have taken the case accordingly. ലീഗൽ അഡ്വൈസിന്റെ അടിസ്ഥാനത്തിലാണോ കേസ്? ഇല്ല, ലീഗൽ അഡ്വൈസ് ഒന്നും ഇല്ല. ദാറ്റ് ഈസ് as per the law. സ്റ്റേറ്റ്മെന്റ് ആരൊക്കെ സ്റ്റേറ്റ്മെന്റ് എടുക്കുക? സ്റ്റേറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്? ആരൊക്കെ സ്റ്റേറ്റ്മെന്റ് എടുക്കും? Statement procedure FIR പ്രകാരം we will take the statement of the complaint if required, detailed statement. അല്ലെങ്കിൽ we'll take the statement of the crew, master and company shipping agent സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എടുക്കാം. ആൻഡ് ബാക്കി കമ്പനിക്ക് ഷിപ്പിംഗ് ഏജൻറ്റിനോട് സംസാരിച്ചിട്ട് ബാക്കിയുള്ള അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എടുക്കാൻ പോകും. ഇതിലൊരു കോമ്പൻസേഷൻ കൂടെ വേണം. അതിൻ്റെ പ്രൊസീജിയർ കോമ്പൻസേഷൻ്റെ ഇപ്പോൾ പറയാൻ പറ്റില്ല. അത് കേസിൻ്റെ പ്രോഗ്രസ് പിക്ക് നമുക്ക് കോമ്പൻസേഷൻ നോക്കാനുള്ള നമ്മുടെ പരിപാടിയില്ല. വി ഹാവ് ടു സീ ഓൺലി ദ ക്രിമിനൽ ഒഫൻസ്. കോമ്പൻസേഷൻക്ക് വേണ്ടി കോർട്ട് പ്രാധികാർക്ക് ഡയറക്ട്ലി കൻ അപ്രോച്ച് ടു ദ കോർട്ട്, സിവിൽ കോർട്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉടനെ ഉണ്ടാവും സർ? സ്റ്റേറ്റ്മെൻറ്റ് ഉടനെ തന്നെ ഉണ്ടാവും? ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാവും സ്റ്റേറ്റ്മെൻറ്റ്? ഇൻവെസ്റ്റിഗേഷൻ ഫാസ്റ്റ് ആയിട്ട് പോകും. സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എടുത്തിരിക്കുന്ന വകുപ്പുകൾ അത് അവൈലബിൾ ആണോ? അത് ഏതൊക്കെ സെക്ഷൻസ് ആണ് നമ്മൾ ഇതിൽ കണ്ടെത്തിയിട്ടുള്ള? എടുത്തിട്ടുള്ള ഇത് വകുപ്പുകൾ അവൈലബിൾ ആണ്. ഇത് പ്രശ്നമുണ്ട്. ഇത് വി ഹാവ് ടേക്കൺ ദ കേസ് ഇൻ 282, 285, 286, 287, 288 and 35 BNS. ഇതെല്ലാം നെഗ്ലിജൻസ് ബന്ധപ്പെട്ട മാറ്ററാണ് ആൻഡ് അവൈലബിൾ ഒഫൻസ് ആണ്. ബേപ്പൂർ തീരത്തെ കപ്പൽ കത്തിയതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ കാണിക്കായിരുന്നു കോസ്റ്റൽ AIG അക്ബർ. എന്തായാലും നിലവിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. മറ്റ് കാര്യങ്ങൾ കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ വ്യക്തമാക്കാനാകൂ. എന്തായാലും 12 നോട്ടിക്കൽ മൈൽ ദൂരത്തിനപ്പുറമുള്ള കാര്യമായതിനാൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇടപെടാൻ പരിമിതിയുണ്ട് എന്ന് കൂടി അദ്ദേഹം പറയുന്നു.